ശ്രീ ഷൈബു മഠത്തിൽ ഇവിടെ നമുക്ക് ഈ ശ്രീ സേനാപതി വേണു പറഞ്ഞ പോലെ അങ്ങനെ ഞങ്ങളൊരു രാഷ്ട്രീയ സഖ്യമായി ദേശീയ തലത്തിൽ മാത്രം, അതായത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രം രൂപം കൊള്ളുന്ന ഒരു സഖ്യമായി മാത്രം ഇന്ത്യ മുന്നണിയെ കണ്ടാൽ മതി. പ്രാദേശികമായി സംസ്ഥാനങ്ങളിൽ അതിന് വലിയ കാര്യങ്ങളില്ല. ഞങ്ങളുടെ അടിവേരിളകിയാൽ മാത്രം രക്ഷപ്പെടാമെന്ന് കരുതുന്ന സഖ്യകക്ഷികളാണ് ഞങ്ങൾക്കൊപ്പം. അദ്ദേഹം പറയുകയാണ് വളരെ കൃത്യമായി തന്നെ. അതായത് സഖ്യമായി നിൽക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ബി ജെ പിക്കെതിരെ രൂപം കൊണ്ട, ബി ജെ പി ഇതാ ഇപ്പോൾ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ ഒരു സഖ്യത്തിലെ രാഷ്ട്രീയ കക്ഷികളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത്. ഒമർ അബ്ദുള്ള രംഗത്ത് വന്നു, ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് രംഗത്ത് വന്നു. ഏറ്റവും കൂടുതൽ മമതാ ബാനർജി പറയുന്നു സ്റ്റാലിൻ മാത്രമാണ് ഇതുവരെ ഒരു വരി മിണ്ടാത്തത്, ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളൊക്കെയാണ് ചേർന്നാണ് തകർക്കുന്നത്. ഇനി എന്ത് ബി ജെ പി വിരുദ്ധത, ഇനി എങ്ങനെ ബി ജെ പിയെ പരാജയപ്പെടുത്തും, ഈ സഖ്യത്തിന്റെ പ്രസക്തി എന്ത് ശ്രീ ഷൈബു മഠത്തിൽ? നോക്കൂ രഞ്ജിത്ത്, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇംപ്രഷൻ കോൺഗ്രസിനെ തകർക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് കോൺഗ്രസിന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ബി ജെ പി നരേന്ദ്രമോദിയുടെ സർക്കാർ വരുന്നതിന് മുമ്പ് കോൺഗ്രസ് അവരുടെ നയങ്ങളിൽ നിന്ന്, അവരുടെ മധ്യ ഇടത് നയങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ചു. സ്വാഭാവികമായും അവരുടെ ജനപിന്തുണ പോയി. ആ സമയത്താണ് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് വളരെ ദുർബലമായി. നമുക്കറിയാം, ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് കോൺഗ്രസിനുള്ളത്. ഒരു കുടുംബത്തിന്റെ തന്നെ ഒരു കുടുംബത്തിലെ ആളുകളാണ് തലപ്പത്ത് വരുന്നത്. നമ്മൾ ഈ ചരിത്രകാരന്മാർ പറയാറുണ്ട്, ഒന്നാം ലോകയുദ്ധം ഉണ്ടാവാൻ ഒരു കാരണം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കുടുംബഭരണമായിരുന്നു. ആ സമയത്ത് കസിൻസ് ആയിരുന്നു അവർ തമ്മിലുള്ള അവരുടെ തീരുമാനങ്ങളൊക്കെ തരുന്നു. അപ്പം കുടുംബഭരണം വരുമ്പോൾ സ്വാഭാവികമായും കഴിവുള്ളവർ ഉയർന്നു വരാനുള്ള അവസരം ഇല്ലാതെ വരും, സാഹചര്യം ഇല്ലാതെ വരും. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ നിലനിൽക്കെ, ആ പ്രശ്നങ്ങൾ അതിന്റെ പാരമ്യത്തിൽ നിൽക്കെയാണ് 2013-14 സമയത്ത് കോൺഗ്രസിനെതിരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നത്. അദ്ദേഹം പറഞ്ഞു, ഷീലാ ദീക്ഷിത്തിനെതിരെയും അന്നത്തെ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ വന്ന ആരോപണങ്ങളിൽ തെളിവില്ലായിരുന്നു എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഡൽഹി സർക്കാരിനെതിരെ അന്ന് വന്ന ഏറ്റവും ശക്തമായ ആരോപണം? കോമൺവെൽത്ത് ഗെയിംസിൽ വലിയ തോതിലുള്ള അഴിമതി നടത്തി. ഒറ്റ വരിയിൽ അതിനൊന്നും തെളിവില്ല എന്ന് വന്നൊരു ഡിസ്മിസ് ചെയ്താൽ ഇല്ലാതാവുന്ന കാര്യങ്ങളല്ല. പിന്നെ CAG ഒക്കെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ട്രെഡ്മില്ല്, അതുപോലെ ബക്കറ്റ് വരെ വാടകയ്ക്ക് എടുക്കുക. ഒരു ട്രെഡ്മില്ല് വാങ്ങാൻ 10,000 രൂപ ചിലവാകുന്ന സമയത്ത് അതിന്റെ എത്രയോ ഇരട്ടി, 5 ഇരട്ടി വിലയ്ക്ക് അത് വാടകയ്ക്ക് എടുക്കുക ഒരു 2 മാസക്കാലത്തേക്ക്. അപ്പോൾ വലിയ തോതിലുള്ള അഴിമതിയൊക്കെ അവിടെ കോമൺവെൽത്തിൽ നടന്നു. അതാണ് കോൺഗ്രസിനെ താഴെയിറക്കിയത്. ഇനി അതിന് പരിതപിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ ആം ആദ്മി പാർട്ടി മത്സരിച്ചത്, കോൺഗ്രസിനെതിരെ മത്സരിച്ചു എന്ന് പറയപ്പെടുന്നത് പഞ്ചാബില് അതുപോലെ ഗോവയിലൊക്കെയാണ്. പക്ഷെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാ, ആം ആദ്മി പാർട്ടി മത്സരിച്ചതാണ്. അങ്ങനെ ഒരു ഇംപ്രഷൻ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ചർച്ചയിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ശ്രമിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടി മത്സരിച്ചത് കൊണ്ടാണോ പഞ്ചാബിൽ, അല്ലെങ്കിൽ മത്സരിച്ചില്ലായിരുന്നില്ല? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2022 ആം ആദ്മി പാർട്ടി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അവിടെ ഭരണം നേടാൻ സാധിക്കുമായിരുന്നോ? കഴിഞ്ഞ 10-30 വർഷത്തോളമായി പിന്നെ നമ്മൾ ഇവിടെ നോക്കും, നമ്മൾ ഗുജറാത്തിൽ BJP ആണ് ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടി അവിടെ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടി 5 സീറ്റേ പിടിച്ചുള്ളൂ. 13% വോട്ടാ പിടിച്ചത് ഒരു ഇലക്ഷനിൽ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ അനുകൂലമായ ഘടകങ്ങൾ, സാഹചര്യങ്ങൾ ഗുജറാത്തിലുണ്ടായി. ഗുജറാത്തിലെ സാഹചര്യം എന്തായിരുന്നു? ഗുജറാത്തിലെ വിവിധ സമുദായങ്ങൾ, അവിടെ പട്ടേൽ സമുദായത്തിൻ്റെതായ വലിയ സമരങ്ങളുണ്ടായി. ആ സമരത്തിന് ശേഷമാണ് 5 വർഷം മുമ്പ്, അതായത് പിന്നെ 7-8 വർഷം മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ സമയത്ത് വളരെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായി. എന്നിട്ട് പോലും കോൺഗ്രസിന് അന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് അത്ര അനുകൂലമല്ലാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങൾ ആദ്യത്തെ മത്സരമായതുകൊണ്ടാണ് ഞങ്ങൾക്ക് 13% മാത്രം വോട്ട് നേടാൻ സാധിച്ചത്. അപ്പോൾ അതുപോലെ ഗോവയിൽ എന്തുകൊണ്ടാണ്? ഗോവയിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം അത്രമേൽ ദുർബലമായതുകൊണ്ടാണ് BJPക്ക് കോൺഗ്രസിനെ വിഘടിപ്പിക്കാനും, കോൺഗ്രസിന്റെ MLA-മാരെ വിലക്കെടുത്താണല്ലോ ഇതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം BJP ഗോവയിൽ ഭരണം നേടിയത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് സഖ്യമായിട്ടല്ലേ അവിടെ മത്സരിച്ചേ? പിന്നെ മഹാവികാസ് അഘാടി എന്ന് പറഞ്ഞ സഖ്യമായിട്ടല്ലേ മത്സരിച്ചേ? അവിടെ എന്തുകൊണ്ടാണ് ആ സഖ്യത്തിന് ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നല്ലോ? ഞങ്ങളവിടെ ഒരു എതിർത്ത് മത്സരിച്ചിട്ടുമില്ല, ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല? അപ്പൊ ഇവിടെയൊക്കെ സംഘടനാ ശേഷി ദുർബലമാവുകയും പിന്നെ കോൺഗ്രസിന്റെ ആദർശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും ചെയ്തു. അതിന് ആം ആദ്മി പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള, ഡൽഹിയിൽ ഞങ്ങളുടെ പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് അവിടെ ഒരു സ്പോയിലർ ഗെയിം കളിച്ചിട്ടുണ്ട്. 14 മണ്ഡലങ്ങളിൽ, കുറഞ്ഞത് ഡൽഹിയിലെ 14 മണ്ഡലങ്ങളിൽ, അത് പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹി മണ്ഡലം, അതുപോലെ ശ്രീ മനീഷ് സിസോദിയയുടെ മണ്ഡലം, പിന്നെ മാളവ്യ നഗർ
മണ്ഡലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ 14 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിച്ച വോട്ടിന് ഏതാണ്ട് അത്രയും വരും ഭൂരിപക്ഷം BJPക്ക് കിട്ടിയ ഭൂരിപക്ഷം. അപ്പോൾ കോൺഗ്രസ് വോട്ട് വിഭജിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് പല ന്യൂനപക്ഷ മണ്ഡലങ്ങളും ഭൂരിപക്ഷം ന്യൂനപക്ഷ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ ജയിച്ച മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒരു മിഷൻ അവിടെ കോൺഗ്രസിനുണ്ടായിരുന്നു. ആ മിഷൻ നന്നായി ചെയ്തു. പക്ഷേ കോൺഗ്രസ് മത്സരിക്കാൻ ഇല്ലെങ്കിൽ ഞങ്ങൾ കളിക്കാനുള്ളൂ എന്നൊരു പോളിസി ഞങ്ങൾക്കില്ല. ആ സ്റ്റേറ്റിൽ ആം ആദ്മി പാർട്ടിക്ക് ഉള്ള വോട്ട് ബേസ് ഇപ്പോൾ 43% മേലുള്ള വോട്ട് ബേസ് കോൺഗ്രസിനില്ല. കോൺഗ്രസിന് 4, 5, 6% വോട്ടേ ഉള്ളൂ. അപ്പോൾ സഖ്യമായിട്ട് മത്സരിച്ചെങ്കിലും ഡൽഹിയിൽ ഒരു വിജയം സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ദേശീയ തലത്തിൽ നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വലിയ സംസ്ഥാനമൊന്നുമല്ല, കേന്ദ്രഭരണ ഈ പറഞ്ഞതുപോലെ ചെറിയ സംസ്ഥാനമാണ്. പക്ഷേ ഈ ഓരോ തെരഞ്ഞെടുപ്പ് വിജയവും, ഇപ്പോൾ ഹരിയാനയിലെ വിജയം, അതിനുശേഷമുള്ള ഡൽഹിയിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയമൊക്കെ BJP എന്ന സംവിധാനത്തിനുണ്ടാക്കുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പിറകോട്ട് പോക്കിന് ശേഷം മോദി ഗ്യാരണ്ടി എന്ന കാര്യവുമായി BJP രംഗത്ത് വരികയാണ്. അത് വിജയിച്ചു എന്നത് പറയുമ്പോൾ ഇനി അതാണ് അവർ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, നിങ്ങളൊരു മുന്നണി ഉണ്ടാക്കുന്നത് അത് BJPയെ പരാജയപ്പെടുത്താനാണെങ്കിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിനുവേണ്ടി അണിനിരത്തണം. വിട്ടുവീഴ്ച മനോഭാവം പരസ്പരം വേണം. അതൊക്കെയാണല്ലോ. അതിന് പകരം ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് ഗുണം? ഈ മുന്നണിയെ എത്ര നാൾ മുന്നോട്ട് പോകും? ഒടുവിൽ അസ്തമിച്ച ഒരു സംവിധാനമായി ഇന്ത്യ മുന്നണി മാറിയോ ഇതിനകം? നോക്കൂ രഞ്ജിത്ത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണ് ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്. ആ ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം സഖ്യം എന്നുള്ള നിലയ്ക്ക് അതൊരു സീറ്റ് ഷെയറിംഗിന്റെ കാര്യത്തിൽ നന്നായി വർക്ക് ചെയ്തു. അത് ഒരുമിച്ചുള്ള പ്രവർത്തനമൊന്നും ഉണ്ടായില്ല. ഡൽഹിയിൽ ഒരു പ്രവർത്തനം ഉണ്ടായില്ല. അതായത് ആം ആദ്മി പാർട്ടി കോൺഗ്രസിന് വിട്ടുകൊടുത്ത സീറ്റുകളിൽ പിന്നെ നിങ്ങൾ അതിന്റെ വോട്ട് നില നോക്കിയാൽ അറിയാം, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞ തവണത്തേനേക്കാൾ ഒട്ടും വോട്ട് വർധനം ഉണ്ടായിട്ടില്ല. ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്ത ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ, കോൺഗ്രസിന്റെ വോട്ടർമാർ വളരെ കൺഫ്യൂഷനിലായിരുന്നു. അതായത് പ്രോപ്പറായിട്ട് ആ സഖ്യത്തിന്റെ കാര്യം വോട്ടർമാരിലും പ്രവർത്തകരിലും കോൺഗ്രസ് എത്തിച്ചിട്ടില്ല. അപ്പോൾ ഹരിയാനയിലെ കാര്യം എടുത്താൽ, ഹരിയാനയിലെ കാര്യത്തെ പറഞ്ഞ് ആം ആദ്മി പാർട്ടി സഖ്യത്തിന് തയ്യാറായിരുന്നു, സഖ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞിരുന്നത് 10 സീറ്റ്, ഞങ്ങൾ ചോദിച്ചത് 10 സീറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്, ഞങ്ങൾ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അവർ പറഞ്ഞത് 5 സീറ്റ് പോലും തരാൻ തയ്യാറായില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഞ്ചാബല്ല, പിന്നെ ഡൽഹി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സാധ്യത കണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഈ പറയുന്ന ഹരിയാന. അത് കേജ്രിവാളിന്റെ സ്റ്റേറ്റ് കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റില് പിന്നെ 5 സീറ്റ് പോലും 3 സീറ്റ് പോലും തരാൻ തയ്യാറാവാതിരുന്ന ഒരു പാർട്ടിയാണ്. എന്നിട്ട് അവരിപ്പോ പറയുന്നത് പിന്നെ ആം ആദ്മി പാർട്ടി കാരണമാണ് സഖ്യം ഉണ്ടാവാതിരുന്നത്. അതുപോലെ ഡൽഹിയിൽ നമ്മൾ കുറെ കാലങ്ങളായി കണ്ടുവരുന്നതാണ്. മുമ്പ് PCC അധ്യക്ഷനായിരുന്ന പിന്നെ അജയ് മാക്കന്റെ എതിർപ്പും അവിടെ ഒരിക്കലും അവിടെ പ്രാദേശിക തലത്തിൽ അവരുടെ PCC ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. ലോക്സഭാ ഇലക്ഷനിൽ പോലും അതിനവർ തയ്യാറായത് എന്തുകൊണ്ടാ? രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദം വന്നുകൊണ്ടാ. ഇത് കഴിഞ്ഞ 5 വർഷം മുമ്പത്തെ 2019 ഇലക്ഷനിൽ പോലും സംഭവിച്ചത്. അത് 2019 ഇലക്ഷൻ സഖ്യത്തിന് ശ്രമിച്ചിട്ട് അത് സബോട്ടേജ് ചെയ്തത് ആരാണ്? അത് അവിടുത്തെ PCC ആണ്, രാഹുൽ ഗാന്ധി. പക്ഷെ ഇത്തവണ 2024 രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ ഇടപെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടുണ്ടായി. അപ്പോ പ്രാദേശിക നേതൃത്വങ്ങളെ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി.